കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പാകത്തിനായി വരും. അപ്പോൾ ആവശ്യത്തിന് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി. നിങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ കൂന്തൽ ക്ലീൻ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്തൊരു മഷി പോലെ ഒരു ഇതുണ്ട്, അത് വളരെ കെയർ ചെയ്ത് വേണം കട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ പീര ഇട്ടത് റെഡി ആയിട്ടുണ്ട്, അതായത് കൂന്തൽ തോരൻ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.